ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. അങ്ങനെ പതിവ് തെറ്റിക്കാതെ CEE പാതിരാത്രി കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സെപ്റ്റംബർ 5-ാം തീയതി 4-ാം തീയതി എന്ന് അതിന് പറയില്ല, പ്രൊവിഷണൽ ലിസ്റ്റ് 4-ാം തീയതി വരും എന്ന് പറഞ്ഞെങ്കിലും ടെക്നിക്കലി 5-ാം തീയതി വെളുപ്പിന് ഉറങ്ങുന്ന സമയത്താണ് ഇത് റിലീസായിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻസ് പോയി വായിച്ച് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നോക്കുമ്പോൾ കുറേ കുട്ടികൾ ഞെട്ടിത്തെറിച്ച് കമൻസൊക്കെ പറഞ്ഞു തുടങ്ങി, കംപ്ലയിൻറ്റ്സ് പറഞ്ഞു തുടങ്ങി. ഞങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണുന്നില്ല. ഇത്തവണ വീണ്ടും CE ചെറിയ കൺഫ്യൂഷൻ ആക്കിയിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷനിൽ പറയുന്നത് ഇത് പ്രൊവിഷണൽ ലിസ്റ്റാണ് സാധാരണ പറയുന്ന പോലെയൊക്കെ തന്നെയാണെങ്കിലും അലോട്ട്മെൻറ്റ് ലിസ്റ്റിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നത് വേക്കൻസി ഫില്ലിംഗ് എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇനി അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഒരുപക്ഷെ കാണാത്തതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നത് അവർ ഇത്തവണ റിലീസ് ചെയ്തിരിക്കുന്ന ലിസ്റ്റ് കംപ്ലീറ്റ് ലിസ്റ്റ് അല്ല. ഈ ഫേസിൽ പുതിയതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ മാത്രമേ അതിനകത്തുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ ഫേസ് 2-ൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ ആപ്ലിക്കേഷൻ നമ്പറും കൂടെ മാത്രമേ അതിനകത്ത് കാണുള്ളൂ. അതായത് കഴിഞ്ഞ ഫേസിൽ ഒരു അലോട്ട്മെൻറ്റ് കിട്ടി, ആ അലോട്ട്മെൻറ്റിന് മാറ്റമില്ല എങ്കിൽ ആ കുട്ടികളുടെ ആപ്ലിക്കേഷൻ നമ്പറും ഈ ലിസ്റ്റിൽ കാണില്ല. കാരണം അവരുടെ പ്രീവിയസ് അലോക്കേഷൻ വാലിഡ് ആയതുകൊണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ അസ്യൂം ചെയ്യണതാണ് കേട്ടോ, നമുക്കൊരു പിടിയില്ല. CEയുടെ നോട്ടിഫിക്കേഷൻസിൽ അവരിങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. കുട്ടികളെല്ലാവരും അലോട്ട്മെൻറ്റ് ലിസ്റ്റ് തുറന്ന് നോക്കുന്നു, ആപ്ലിക്കേഷൻ നമ്പർ കാണുന്നില്ല, പാനിക്കാവുന്നു. എന്തിനാണ് CE ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഫേസ് 2-ൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും കോളേജിൽ പോയി ജോയിൻ ചെയ്യാതെ അത് റിജക്റ്റ് ചെയ്തിട്ട് ഇനി ഫേസ് 3-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ കാര്യം എങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾക്ക് അറിയുക? കാരണം അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് മുമ്പത്തെ ലിസ്റ്റിലായിരുന്നു. ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ദേ ഷുഡ് ഹാവ് ജസ്റ്റ് റിലീസ്ഡ് ദ കംപ്ലീറ്റ് ലിസ്റ്റ് ലൈക്ക് ദേ യൂസ് ടു ഡു ബിഫോർ. ചെയ്യുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ചെയ്ത് എന്തിനാണെന്ന് അറിയില്ല. എനിവേ, ഞാൻ പെട്ടെന്ന് കുട്ടികൾ പാനിക് ആവാതിരിക്കാൻ വേണ്ടി പറയണതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ഫേസ് 3-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ അലോട്ട്മെൻറ്റ് റീറ്റെയിൻസ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. എനിവേ, ഫുൾ ലിസ്റ്റിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ട് നമ്മളിതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൽ നമ്മൾ ലാസ്റ്റ് റാങ്ക് അനാലിസിസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. താങ്ക് യു.